ലാൽകുമാർ, ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വന്നിട്ട് ഇതാണ് സ്ഥിതി എന്നൊരവസ്ഥ യു ഡി എഫിനെ സംബന്ധിച്ചുണ്ടോ? കാരണം പ്രചാരണ രംഗത്ത് കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുവഴി ഈ എൽ ഡി എഫ് സർക്കാർ വലിയ മികവോടെ 100+ എന്ന നിലയിൽ സീറ്റുകളുമായി വരുമെന്നാണ് അവകാശപ്പെട്ടിരുന്ന പ്രതിപക്ഷ നേതാവ്. പക്ഷേ അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിപ്പിക്കുന്ന എക്സിറ്റ് പോൾ ട്രെൻഡുകൾ യു ഡി എഫിന് അവകാശപ്പെടാനോ കഴിയുന്നുണ്ടോ? പകരം എന്താണ് അതിൻ്റെ ഒരു ട്രെൻഡ്? അതെന്ന് പറയുന്നത് ഒരു ഇഞ്ചോടിഞ്ചു മത്സരത്തിൻ്റെ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് വന്ന ടുഡേയ്സ് ചാണക്യയുടെ കണക്കുകൾ. കഴിഞ്ഞ തവണ 102 സീറ്റുകൾ വരെ, 84 മുതൽ 102 സീറ്റ് വരെ എന്ന് വെച്ചാൽ ആക്യുറേറ്റ് ആയിരുന്നു. 99 സീറ്റുകളാണ് എൽ ഡി എഫിന് ലഭിച്ചത്. പ്രവചിച്ചവരാണ് ടുഡേയ്സ് ചാണക്യ. ടുഡേയ്സ് ചാണക്യയുടെ കണക്കുകൾ നോക്കിയാൽ കാണുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എൽ ഡി എഫിന് ഇക്കുറി 73 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്താം. അങ്ങനെ 73ലേക്ക് എൽ ഡി എഫ് എത്തിയാൽ യു ഡി എഫിന് 60 സീറ്റുകളായിരിക്കും എന്ന നിലയിലാണ് പ്രവചനം. അപ്പോൾ എക്സിറ്റ് പോളുകൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ റെജി പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾക്ക് കൂടുതൽ നിറം പകരുന്നതോ ആത്മവിശ്വാസം പകരുന്നതോ ആണോ? 100-ൽ പരം സീറ്റുകളുമായി ഒരു മികവുറ്റ വിജയം, അതിപ്പോൾ 2001 എ കെ ആൻ്റണിയുടെ കാലത്തെ വിജയത്തെയൊക്കെ താരതമ്യം ചെയ്യാനാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നൊരു ചിത്രം 2011 പോലത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ MLA-മാരുടെ പെർഫോമൻസ്, ഭരണവിരുദ്ധ വികാരമില്ല എന്ന ഒരു അന്തരീക്ഷം, ഇതൊക്കെ എൽ ഡി എഫിന് വിന്നബിലിറ്റിയിലേക്ക് പോകാൻ, എക്സിറ്റ് പോളുകൾ പറയുന്നത് അപ്പുറത്തേക്ക് പോകാൻ കഴിയുമോ? യു ഡി എഫിനെ യഥാർത്ഥത്തിൽ നിരാശപ്പെടുത്തുന്നതാണോ എക്സിറ്റ് പോളിലെ ഈ കണക്കുകൾ? ലാൽകുമാർ. അല്ല, ഇവിടെ വന്നിരിക്കുന്ന 1-2 വിഷയങ്ങളുണ്ട്. അതിപ്പം ഇന്നലെ വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോളുകൾക്കും ജനറലി ഒരു യു ഡി എഫിന് ഒരു എഡ്ജ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കത് വളരെ എവിഡൻ്റ്ലി മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷേ അത് എഡ്ജാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ സംശയമുണ്ട്. നോക്കൂ, നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇലക്ഷൻ്റെ കാര്യത്തിൽ നമ്പേഴ്സ് വരുമ്പം നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ല. അത് ഞാൻ വ്യക്തിപരമായി അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിലെ ഒരു 10-35 സീറ്റെങ്കിലും എടുത്താൽ ആര് ജയിക്കുമെന്ന് പറയാൻ പോലും പറ്റാത്ത ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഇവർക്കത് എങ്ങനെ, നമുക്ക് പറഞ്ഞില്ലേ, പൊതുപ്രവർത്തകർ റോഡിലിറങ്ങി നിൽക്കുന്ന ആ മനുഷ്യർക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ ഈ പറയുന്ന എക്സിറ്റ് പോൾ അനാലിസിസ് പൊതുവേ തെറ്റുകയാണ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോൾ എടുക്കുക, നമ്മൾ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് CPM ബന്ധപ്പെട്ട് എക്സിറ്റ് പോളിനകത്ത് മനോരമ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് 78 സീറ്റാണ്. 78 സീറ്റിൽ CPM അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് 20 സീറ്റ് മുന്നിലോട്ട് 21 സീറ്റ് മുന്നിലോട്ട് പോയാണ് CPM അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും പൂർണ്ണമായും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കട്ടെ. എന്നാൽ വർക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം വളരെ ഡിസ്ക്രീറ്റായിട്ട് ആൾക്കാർക്ക് പറയാൻ പറ്റുന്ന ഒരു തരംഗമോ അല്ലെങ്കിൽ അങ്ങനൊരു അറ്റ്മോസ്ഫിയറോ ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞത് അല്ലെങ്കിൽ ഈ പറയുന്ന തരംഗത്തിനുള്ള സ്കോപ്പ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പാറ്റേൺ പറയാൻ പറ്റും. ഇവിടെ എനിക്കൊന്ന് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന ആ സമയത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശൈലിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് നമുക്ക് വളരെ സിമ്പിളായി എത്ര ഇതിലേക്ക് എത്തും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതി ഒരു പ്രവചനാതീതമാണത്. ലെഫ്റ്റിൻ്റെ ഫോഴ്സസിലുള്ള ആൾക്കാർ, ഞാനിപ്പം നേതാക്കന്മാരുമായിട്ട് പലരുമായിട്ട് അതെ, ഈ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ. ഇതുകൊണ്ടാണ് ഞാൻ വളരെ കൗതുകത്തിന് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായവുമായി ബന്ധപ്പെട്ട്, ഞാൻ രമേശ് ചെന്നിത്തലയെ നേരിട്ട് എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല, പക്ഷേ രമേശ് ചെന്നിത്തലയുമായി ബന്ധമുള്ള ഒരാളോട് ഞാൻ സംസാരിച്ചപ്പം എനിക്ക് കിട്ടിയത്, രമേശ് ചെന്നിത്തല ഇന്നലത്തെ എക്സിറ്റ് പോൾ കഴിഞ്ഞ ശേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നമ്പർ 76-78 ഞാൻ മനസ്സിലാക്കുന്നത്, കോൺഗ്രസിൻ്റെ. അപ്പം അവർ തന്നെ ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് എടുക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 78 അല്ലെങ്കിൽ 76 ഒക്കെയാണ്. 78 76 എന്ന് പറഞ്ഞാൽ ആർക്കും എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ എക്സിറ്റ് പോളിന്, മനോരമയുടെ എക്സിറ്റ് പോളിൽ ഞാൻ പങ്കെടുത്ത ഒരാളാണ്. ആ എക്സിറ്റ് പോൾ ഡിസ്കഷനകത്ത് അവർ പറഞ്ഞ തൃക്കരിപ്പൂർ ടൈറ്റാന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. തൃക്കരിപ്പൂർ സച്ചിൻ ദേവ് മത്സരിച്ച സ്ഥലം, പിന്നെ അതുപോലെ തന്നെ തൃത്താല പിന്നെ ഇച്ചിരി ടൈറ്റായിരുന്നു തന്നെ പറയാം. നമുക്ക് ഭയങ്കര ഒരു ക്ലോസ് കോൺടെസ്റ്റ് നടന്ന സ്ഥലമാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ ഇപ്പം കഴക്കൂട്ടം, നേമം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന് പറയുകയും അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻഡ് ഇസ് ദ റിസൾട്ട് വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു വാട്ട് വാസ് എക്സ്പെക്റ്റഡ്. എന്നുവെച്ചാൽ നേരെ ഓപ്പോസിറ്റായിട്ടൊരു കാര്യമാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞാലേ, കുറേ ആൾക്കാർ അനാലിസിസ് നടത്തി
UDF ഒരു 6 പേര് 70 സംതിങ് സീറ്റ് കിട്ടും, ആക്സിസ് ഇന്ത്യ ആണെങ്കിൽ അവർ 90-നോടടുത്ത് പരമാവധി കിട്ടുന്ന ഒരു സാഹചര്യവും പറഞ്ഞിട്ടുണ്ട്. ആ സാധനത്തിന് ഞാൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല, കാര്യം അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാര്യം 4-ാം തീയതി നമുക്ക് റിസൾട്ട് അറിയാം. പക്ഷേ ഇതൊരു കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ, ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഗോയിങ് ടു റിഫ്ലക്റ്റ് ഇൻ ദ റിസൾട്ട്സ് എന്ന് ചോദിച്ചാൽ എനിക്കതിനകത്ത് വലിയ ഡൗട്ട്സ് ഉണ്ട്. കാര്യം ഈ ഡിസ്കഷനുകളിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് എങ്ങോട്ട് വേണം തിരി. ഇപ്പം തൃത്താല മണ്ഡലം നമുക്ക് പറയാം, തൃത്താല മന്ത്രി MP രാജേഷ് പിടിച്ചെടുത്ത സ്ഥലമാണ്. ആ തിരിച്ചടിച്ച സ്ഥലത്തിൽ ഈ പ്രാവശ്യം ഭയങ്കരമായ ഫൈറ്റ് നടക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടു. അപ്പം ഞാൻ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് അന്വേഷിച്ചപ്പോഴും അവിടെ നല്ലൊരു ഫൈറ്റുണ്ട്. എന്നിട്ട് അവർ പറയുന്ന റിപ്പോർട്ട് എന്നാ, അത് നല്ല മത്സരം നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ജയിച്ചു വരാനാണ് തന്നെയാണ് സാധ്യത. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒപ്റ്റിമിസം അതാണ്. അപ്പോൾ ഈ പറയുന്ന ഏറ്റവും മൈന്യൂട്ട് ലെവലിൽ കഴിഞ്ഞ പ്രാവശ്യം MP രാജേഷ് ജയിച്ചത് തന്നെ എനിക്കൊന്ന് 23,000 വോട്ടിന് പറ്റാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഒരു ഉദാഹരണം, കഴിഞ്ഞ പ്രാവശ്യം പെരിന്തൽമണ്ണ എടുക്കൂ. പെരിന്തൽമണ്ണ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത് 34 വോട്ടിനാണ്. അത് പിന്നെ തർക്കമായതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തൊന്നും ഈ പറയുന്ന നമ്പേഴ്സിൻ്റെ പ്രഡിക്ഷൻ, പ്രത്യേകിച്ച് 76, 75 ഒക്കെ പറയുന്നിടത്ത് ഈ 300, 400 വോട്ടുകൾക്ക് ജയിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തീർച്ചയായും ഒരു കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിനകത്ത് ഒരു അപക്വതയുണ്ട്. പക്ഷേ അന്നേരം ഞാൻ പറഞ്ഞല്ലേ, എല്ലാവരും കോൺഗ്രസ്സിന് ഒരു എഡ്ജ് പറഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ പൊളിറ്റിക്സാണ് സംസാരിക്കുന്നത്, നമ്മൾ പൊളിറ്റിക്സിലാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. ഇന്നും നമ്മൾ പൊളിറ്റിക്സ് പറയും, നാളെയും പൊളിറ്റിക്സ് പറയും, 4-ാം തീയതി ജയിച്ചാലും തോറ്റാലും നമ്മൾ പൊളിറ്റിക്സ് പറയും, അതിനകത്ത് സംശയമില്ല.